അതിപ്പോൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാവകാശം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, പല ആളുകളും അത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി അത് സർക്കാർ വന്ന് അധികാരമേറ്റ ഉടനെ ജനദ്രോഹപരമായിട്ടുള്ള ഒരു നടപടി എടുക്കുകയാണ് എന്നുള്ള തരത്തിൽ പല കോണുകളിൽ നിന്നും അഭിപ്രായം വരുന്നുണ്ട്. അത് വാസ്തവവിരുദ്ധമാണ്. ഇത് സർക്കാരിൻ്റെ നടപടിയല്ല, കോടതിയുടെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിയാണ്. അത് സർക്കാരിന് അടിയന്തരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ജനങ്ങളോടുള്ള ആ പെരുമാറ്റം അത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് ആഭ്യന്തര വകുപ്പും സർക്കാരും ഇടപെട്ട് അത് നിർത്തിവെക്കുകയുണ്ടായി. പിന്നീട് കോടതിയിലേക്കാണ് പോയത് സാവകാശം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതെല്ലാം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ 2 റൗണ്ട് ചർച്ചകൾ, ഒന്ന് തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ വെച്ചും രണ്ടാമത്തേത് എറണാകുളം കളക്ട്രേറ്റിൽ വെച്ചും ഇതിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. വീണ്ടും കൂടിയാലോചന നടത്തി അതിന് വേണ്ട സത്വരമായിട്ടുള്ള നടപടികൾ എടുക്കും. വകുപ്പിന് ചെയ്യാനുള്ളത് ഇതാണ്. കോടതി ഉത്തരവ് വളരെ ദൃഢമായിട്ട് നിലനിൽക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകളെ ഏറ്റവും അടിയന്തരമായിട്ട് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നടപടി ആയിരിക്കില്ല. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയുള്ളൂ. ഞാൻ പോലീസിന്റെ വീഴ്ചയെന്നോ അഡ്വക്കേറ്റ് കമ്മീഷന്റെ വീഴ്ചയെന്നോ പറഞ്ഞിരുന്നില്ല. ആരെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും കോടതി വിധികളെയൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന നടപടിയിലൂടെ നമുക്കൊരു സർക്കാർ നടപടി ഉറപ്പുവരുത്താനായിട്ട് കഴിയില്ല. മനുഷ്യത്വപരമായിട്ടുള്ള സമീപനങ്ങളിലൂടെ മാത്രം എല്ലാവരും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണോ അങ്ങനെ അല്ലാതെ പെരുമാറിയത് അവർക്ക് എല്ലാവർക്കും ബാധകമായ ഒരു പൊതുവായ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാരാണ്. ശാശ്വതമായിട്ട് ഇത് പരിഹരിക്കാൻ അവർക്ക് ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾക്ക് അവർ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിലൊക്കെ അംഗങ്ങളായിരുന്ന ആളുകളാണ് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 10 വർഷം ഇതിനെക്കുറിച്ച് ഒന്നും തീരുമാനമെടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രശ്നങ്ങളിലേക്ക് വന്ന് നടുക്ക് നിന്ന് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ വിലയിരുത്തും എന്നുള്ളതാണ് അവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.